വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു വനവാസി സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പഞ്ചാരിക്കൊല്ലി സ്വദേശിയായ രാധയാണ് മരിച്ചത്. വനത്തിൽ വെച്ചാണ് കടുവയുടെ ആക്രമണമുണ്ടായിരിക്കുന്നത്. പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം ജോലിക്ക് പോയപ്പോഴാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. പ്രദേശത്ത് മൃതദേഹം വിട്ടുകൊടുക്കാതെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങളുമായി അർജുനുണ്ട്. അർജുൻ, എപ്പോൾ പ്രതിഷേധം ആരൊക്കെ നാട്ടുകാർ എന്തൊക്കെ ആവശ്യങ്ങളാണ് വനപാലകരോട് ആവശ്യപ്പെടുന്നത്? വനപാലകർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? ഈ ആക്രമിച്ച കടുവ കാട് കയറിയോ എന്നുള്ള കാര്യത്തിലൊക്കെ എന്തെങ്കിലും സ്ഥിരീകരണമായോ? വയനാട് മാനന്തവാടിയിലാണ് ഇപ്പോൾ കടുവ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാനന്തവാടിയിലെ വാച്ചറുടെ താൽക്കാലിക ജീവനക്കാരനായ വാച്ചറുടെ ഭാര്യയാണ് രാധയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പഞ്ചരക്കുലി സ്വദേശിയായ രാധയാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അർജുൻ, അവിടെ പ്രദേശത്തെ പ്രതിഷേധം അടങ്ങിയിട്ടുണ്ടോ? മൃതദേഹം എപ്പോഴായിരിക്കും ആശുപത്രിയിലേക്ക് മാറ്റുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃതദേഹം പുറത്തേക്ക് എത്തിക്കുവാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഗേറ്റൊക്കെ പൂട്ടി, ഈ ഒരു പ്രദേശത്തേക്ക് കടക്കാനുള്ള ഗേറ്റൊക്കെ പൂട്ടി നാട്ടുകാർ പ്രതിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വനംവകുപ്പ് ഇവിടെ ഇടപെട്ടുകൊണ്ട് ഇവരെ അനുനയിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവരെ ഈ മെഡിക്കൽ കോളേജിലേക്ക്, മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ആ മെഡിക്കൽ കോളേജിന് ഇപ്പോൾ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. അവിടെ പ്രതിഷേധത്തിനുള്ള ഒരു തുടക്കം ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഈ പ്രദേശത്ത് ഉണ്ടാവും. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, പുൽപ്പള്ളിയിൽ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. ആനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ വനംവകുപ്പിന്റെ ജീപ്പ് അടക്കം തല്ലി തകർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ പോകാതിരിക്കുവാൻ വേണ്ടി മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശക്തമായ പോലീസ് വിന്യാസം ഈ പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വനപ്രദേശത്തേക്ക് പോകരുത്, വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ട് വലിയൊരു ജാഗ്രത തന്നെയാണ് ഇപ്പോൾ പുലർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഇവരോട് പറയുന്നത് കൃത്യമായി തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നൽകേണ്ടതുണ്ട്. മാത്രമല്ല നഷ്ടപരിഹാരം, ഈ മരണപ്പെട്ട വ്യക്തിക്ക് കൃത്യമായ ഒരു നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ജീവൻ നഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ സ്വത്ത് നഷ്ടപ്പെടുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കാം ഇപ്പോൾ ഗോകുൽ കെ വേണുഗോപാലും നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ പ്രദേശത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു എന്നാണ് അർജുൻ പറയുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഗോകുൽ? നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വയനാട് കേന്ദ്രീകരിച്ച് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ അധികൃതർ വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായിരുന്നത്. നിരന്തരം വയനാട് കടുവയുടെയും ആനയുടെയും ഒക്കെ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ബേലൂർ മക്ത എന്ന് പറയുന്ന ഒരു ആന അവിടെ ഇറങ്ങുകയും വലിയ രീതിയിൽ മനുഷ്യവാസത്തിന് ദോഷകരമായ രീതിയിൽ വിനാശം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വാർത്തയുണ്ടായിരുന്നു. സമയത്ത് തന്നെ മറ്റൊരു കടുവ ഇറങ്ങുകയും അജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പുല്ലുപറിക്കാൻ പോയ വ്യക്തിയെ കൊല്ലപ്പെടുകയും അല്ലെങ്കിൽ കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ അവരുടെ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ ഭക്ഷിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അവിടെ മനുഷ്യവാസം വളരെ ദുസ്സഹമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും അവർക്ക് അവിടെ കൃഷി ചെയ്ത് ജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാവുന്ന സമയത്ത് കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാൻ സാധിക്കാത്തൊരവസ്ഥ. ആനയോ കടുവയോ ഒക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് സ്കൂളുകൾ അടച്ചിടുന്ന അല്ലെങ്കിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലൊന്നും ഇല്ലാത്ത പോലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്ന അവസ്ഥയിൽ കൂടിയാണ് വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. എല്ലാ സമയത്തും വയനാടിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. നിരന്തരമായിട്ട് വയനാട്
കേന്ദ്രീകരിച്ചിട്ടുള്ള മാനന്തവാടികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്യമൃഗ ശല്യം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അതിൽ മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ അടിക്കടി വയനാട് നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ദുരിത സാഹചര്യമാണ് അവിടെയുള്ളത്. മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടാകുമ്പോഴും അത്തരത്തിലുള്ള പ്രശ്നപരിഹാരം ഉണ്ടാവുന്നില്ല. വിവിധ സഭാ നേതൃത്വമൊക്കെ ഈ വന്യജീവി ശല്യത്തിനെതിരെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കൊല്ലപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാര തുകയോ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലപ്പോഴും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ലഭിക്കാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ആ വ്യക്തിയുടെ രാധയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഫോറസ്റ്റ് വാച്ചർമാരുടെയും RTO സംഘത്തിന്റെയും നേതൃത്വത്തിലൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാടിനകത്ത്, അതായത് കാടിനകത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു, കാപ്പിത്തോട്ടത്തിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. കാപ്പി പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ രാധ എന്ന് പറയുന്ന വ്യക്തിയെ ആക്രമിക്കുകയും മൃതശരീരം വലിച്ചു കുറച്ചൊരു 3-4 മീറ്റർ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ അവരുടെ മൃതദേഹം അവിടെ നിന്ന് പുറത്തേക്ക് എടുത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇത് പുറത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് ചില വാക്കുകളൊക്കെ കിട്ടേണ്ടിയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തതയില്ല. മന്ത്രി OR കേളുവിന് നേരെ വരെ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ആ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ ഫോറസ്റ്റ് വാച്ചറുടെ ഭാര്യയാണ് ഈ രാധ. കഴിഞ്ഞ നാളുകൾക്ക് മുമ്പൊക്കെ അവിടെ ഒരു അജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി പുല്ല് പറിക്കാൻ പോയ സമയത്തൊക്കെ ഇത്തരത്തിൽ വന്യജീവി കടവീട് തന്നെ ആക്രമണത്തിന് ഇരയാവുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിൽ അത്തരത്തിലുള്ള ജനജീവിതം ദുസ്സഹമാകുമ്പോഴും അതിനുള്ള ഒരു പ്രശ്നപരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ മൃതശരീരം പുറത്തു കൊണ്ടുവന്നതിന് ശേഷവും നാട്ടുകാർ അതിന്റെ നടപടികളിലേക്ക് കടക്കാൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല. നേരത്തെ മനസ്സിലാക്കിയത് പ്രകാരമാണെങ്കിൽ അവർ അത് തടയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നിരന്തരമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ സാധിക്കാതെ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്ന കാര്യമാണ് പ്രധാനമായിട്ടും നാട്ടുകാർ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടിക്കടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും നാട്ടുകാരുടെ സമീപനം എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. നേരത്തെയൊക്കെ മൃതശരീരം പുറത്തെത്തിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മന്ത്രി OR കേളുവൊക്കെ സ്ഥലം സന്ദർശിക്കാനെത്തിയ സമയത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും ആ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വനത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്, കാപ്പിത്തോട്ടമാണ്, സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റ് ആണ്. നമുക്കറിയാം വയനാട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കാർഷിക ഭൂമിയാണ്. ഈ റബ്ബറും കാപ്പിയും ഏലവും തേയിലയും ഒക്കെയാണ് അവിടെയുള്ള ആളുകൾ. ഇത്തരത്തിൽ പല ആളുകൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാർഷിക ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വന്യജീവികളുടെ ആനയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണം നേരിടേണ്ടി വരികയും ജീവൻ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ജീവച്ഛവം എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്.